CBSE 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയം മാറ്റിവെച്ചു. ഇന്ന് തുറക്കാനിരുന്ന പുനർമൂല്യനിർണ്ണയ ജാലകമാണ് നീട്ടിവെച്ചത്. ജൂൺ 1-ന് പുനർമൂല്യനിർണ്ണയ ജാലകം തുറക്കും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ബൽറാം, ഈ 12ാം ക്ലാസ് ഫലം എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിന് വളരെ നിർണായകമാണ്. ഈ പുനർമൂല്യനിർണ്ണയം വീണ്ടും ഇങ്ങനെ നീണ്ടുപോകുന്നത് വിദ്യാർത്ഥികൾക്ക് ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമാണ്. എന്തുകൊണ്ട് ഈ മാറ്റം? ഈ പുനർമൂല്യനിർണ്ണയത്തിന്റെ ജാലകം ഇന്ന് തുറക്കുമെന്നായിരുന്നു 3 ദിവസം മുമ്പ് CBSE ഇറക്കിയ പ്രസ്താവനയിലും അറിയിച്ചിരുന്നത്. എന്നാൽ വിദ്യാർത്ഥികൾ അടക്കം ഈ പുനർമൂല്യനിർണ്ണയം നീട്ടിവെക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഇത്തവണ പതിവിലേറെ കൂടുതൽ അപേക്ഷകളാണ് പുനർമൂല്യനിർണ്ണയത്തിനായി ലഭിച്ചിരിക്കുന്നത്. പുനർമൂല്യനിർണ്ണയത്തിന്റെ ആദ്യപടിയായ ഈ പരീക്ഷാ ഉത്തരപേപ്പറുകളുടെ പകർപ്പിന് തന്നെ 4 ലക്ഷത്തിലേറെ അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട്. 4 ലക്ഷത്തിലേറെ അപേക്ഷകളിലായി 11 ലക്ഷത്തിലേറെ ഉത്തരപേപ്പറുകളുടെ പകർപ്പ് CBSEക്ക് നൽകേണ്ടതുണ്ട്. അതിൽ 8 ലക്ഷത്തോളം പകർപ്പുകൾ മാത്രമാണ് ഇതുവരെ നൽകിയിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക്. മറ്റ് ബാക്കിയുള്ള ഏതാണ്ട് 3 ലക്ഷത്തോളം പകർപ്പുകൾ നൽകേണ്ടതുണ്ട്. ഇതെല്ലാം കണക്കാക്കി തന്നെയാണ് പുനർമൂല്യനിർണ്ണയത്തിനുള്ള ജാലകം തുറക്കേണ്ട തീയതി നീട്ടിയിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ജാലകം ഇന്ന് തുറക്കും എന്ന പ്രതീക്ഷയിലായിരുന്നു വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നത്. എന്നാൽ മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കേണ്ടതുള്ളത് കൊണ്ടാണ് ഇത് നീട്ടിവെച്ചത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. നിരവധി പരാതികൾ ഇതിനകം തന്നെ പല നടപടിക്രമങ്ങളിലും CBSEക്ക് ഈ 12ാം ക്ലാസ് പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ പുനർമൂല്യനിർണ്ണയത്തിന്റെ ഘട്ടത്തിൽ അത്തരം പരാതികൾ ഒഴിവാക്കാൻ എല്ലാ നടപടികളും പൂർത്തിയാക്കിയ ശേഷം മാത്രം ആ ജാലകം തുറക്കുക എന്നൊരു തീരുമാനത്തിലാണ് CBSE ഉള്ളത്. ശരി, 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട പോർട്ടൽ ജൂൺ 1 മുതൽ പ്രവർത്തനക്ഷമമാകുമെന്നാണ് ഇപ്പോൾ CBSE വ്യക്തമാക്കുന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.